ഞാനെങ്ങാനും പ്രധാനമന്ത്രിയായിരുന്നെങ്കിൽ വെറും 50 രൂപയ്ക്ക് പെട്രോൾ വിറ്റേനെ എന്നിങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ പറ്റും. ഇഫ് ഐ വാസ് ദ പ്രൈം മിനിസ്റ്റർ എന്നാണോ പറയേണ്ടത്? അല്ല. ഇവിടെ ഇംഗ്ലീഷിൻ്റെ അതിലൊരു ട്രിക്കാണ്. ഇഫ് ഐ വേ ദ പ്രൈം മിനിസ്റ്റർ എന്ന് വേണം പറയാൻ. അതായത് ഒരു ഹൈപ്പോതെസിസ് ഉപയോഗിക്കുമ്പോൾ, അനുമാനം ഉപയോഗിക്കുമ്പോൾ, ഇപ്പോൾ ഞാൻ പ്രൈം മിനിസ്റ്റർ അല്ലല്ലോ, അൺഫോർച്ചുനേറ്റ്ലി. ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നല്ലേ, ആയിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്തേനെ എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഉപയോഗിക്കുന്നത് hypothesis. If I were the prime minister, I would have sold petrol for 50 rupees. ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ തീ കെടുത്തിയേനെ, പക്ഷേ ഞാൻ അവിടെ ഇല്ലായിരുന്നു, തീ കെട്ടില്ല. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ അല്ല. ഇഫ് ഐ വേ ദേ ഐ വുഡ് ഹാവ് സ്റ്റോപ്പ് ദ ഫയർ. അവനൊരു നല്ല മനുഷ്യനായിരുന്നേ കെട്ടിയോളെ അടിക്കത്തില്ലായിരുന്നു. ഇഫ് ഹി വെർ എ ഗുഡ് മാൻ ഹി വുഡൻറ്റ് ഹാവ് ബീറ്റൻ ഹിസ് വൈഫ്. അപ്പം മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് ഹൈപ്പോതെസിസ്. ഇതിൻ്റെ കൂടെ